ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചില എനർജീസാണ് കയറി വരുന്നതെന്ന് ഇന്ന് നോക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പാസ്റ്റിൽ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ പ്രസൻറ്റിൽ ഇപ്പോൾ എന്താണ് കണ്ടീഷൻ, ഫ്യൂച്ചറിൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് നോക്കിയിട്ട് ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. ടൈംലെസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. എപ്പോഴൊക്കെ നിങ്ങളുടെ കൈകൾ വരുന്നു അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ ഹൈപ്പ്, അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി ഇട്ട് വയ്ക്കണം. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്നതായിരിക്കും. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് റീഡിങ് ഇടാൻ കുറച്ച് വൈകുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിന് പേയ്മെൻ്റ് ഉണ്ട്, അത് മനസ്സിലാക്കണം. ചിലർ വന്നിട്ട് ചോദിക്കും, കാര്യങ്ങൾ അറിയാതെ ചില സംസാരങ്ങൾ വരും, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമുക്ക് തൃപ്തിയോടുകൂടി ചെയ്യണം. ഒന്ന്. രണ്ടാമത്, നമ്മൾക്ക് ഇതിന് ചില റൂൾസ് ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനകത്ത് ബാധകമാണ്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ കഴിവ് പോലും, അതായത് ഒരു സൈക്കിക് എബിലിറ്റിയാണത്, പിന്നെ ഇൻഡ്യൂട്ടീവ് പവറാണ്. അപ്പം അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിഭവം വിചാരിക്കരുത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ്. ഓക്കെ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പോകണമെന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വിഷമിപ്പിക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ. ഇത് പറയേണ്ടി വന്നത് ചില കാര്യങ്ങൾ വാട്സപ്പിൽ വരുന്നത് കൊണ്ടാണ്. ഓക്കെ. എല്ലാവരുടെയും കാര്യമല്ല, അത് നിങ്ങളോട് പറയണം. ഇത് പറയുന്ന ആൾക്കാരുടെ കാര്യം മാത്രമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വരാം. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ ആ സമയത്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്, ഫസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, നിരാശരായിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കാരണം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളെ അലട്ടുന്നു എന്നാണ് കാണിക്കുന്നത്. എന്തോ ഒരു വലിയ വിഷയം നിങ്ങൾക്ക് ലൈഫിലുണ്ട്, അത് നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കപ്സാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത്. അപ്പം ഇമോഷണൽ ഫീലിങ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയി, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി സെപ്പറേഷനാണോ എന്നൊക്കെ അടുത്ത കാർഡ്സ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് കാർഡ് 7 സോർട്സ് ആണ്. 7 സോർട്സ് എന്ന് പറയുമ്പോൾ ചതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൃത്യമായി നിങ്ങളെ ആരോ ചതിച്ചിരിക്കുന്നു എന്നാണ്. ആ ചതി എന്ന് പറയുമ്പോൾ വാക്കാലുള്ള ചതിയാണ് എന്ന് എടുത്തു പറയുന്നു. ഒരു വ്യക്തി നിങ്ങളുടെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായ കുറച്ച് എന്തൊക്കെയോ വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങളുടെ സംതിങ് എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നുണ കഥകൾ പ്രചരിപ്പിച്ച് നിങ്ങളെ എന്തിൽ നിന്നോ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, വഴക്കുകൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വളരെയധികം വഴക്കുകൾ കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതവിടെ വളരെ ഈഗോ ക്ലാഷസ് വന്നിരിക്കുന്നു, പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നുണ പ്രചരണം കൊണ്ടും നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് വൈബിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അവിടെ പക്ഷേ എന്താണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചില നെഗറ്റീവ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി ആകാം, അതുമാകാം. നിങ്ങൾക്ക് എന്താണോ
റെസനേറ്റ് ആവുന്നത് അതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൂമിയാണ്, നിരാശപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം വരും എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് എന്ന് കാണിക്കുന്നു. നിങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് എന്ന് വെച്ചാൽ ഇതെല്ലാം ശരിയാകും, ഇതൊക്കെ കുറച്ച് കാലത്തെ ഒരു വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് എന്താ പറയുക, ഒരു പ്രോജക്ട്സ് ന്യൂ ബിഗിനിങ്സ്. നിങ്ങളുടെ ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോഗ്രസ് വരും. ഞാൻ അതിനെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാഴ്ച വന്നു. ഓക്കെ, എംപ്രസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എംപ്രസിനെ പോലെ ഒരു വ്യക്തിയാണ് എന്നാണ്. നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾ വളരെ കരുണാർദ്രമായ ഹൃദയത്തോടു കൂടിയാണ്, വളരെ അലിവുള്ള ഒരാളാണ്. നിങ്ങൾ വളരെ എന്താ പറയുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നയാളാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല അബണ്ടൻ്റ് ആണ്. അബണ്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേന് ഐശ്വര്യവും സമ്പത്തും ധനവും ഒക്കെ ഉള്ള ആൾ കേട്ടോ. അങ്ങനെയാണ്, വളരെ എന്താ പറയുക, നർച്ചറിങ് പവറുള്ള ഒരാളാണ്. നിങ്ങൾ അത്രയും സിൻസിയറാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആരാണ്? ചക്രവർത്തിനി അല്ലേ? അപ്പം അത്തരം സവിശേഷതകൾ ഉള്ള ഒരു വ്യക്തി ആണ് നിങ്ങൾ. നിങ്ങൾക്ക് ആണ് ഈ വിഷമങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്നോർത്ത് നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. ഈ വ്യക്തി, നിങ്ങളുടെ എനർജി ഇതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ ഹെറോഫന്റ്, നിങ്ങൾ വളരെയധികം മതപുരോഹിതന്മാരുമായിട്ടും അതല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടിനെയൊക്കെ നിങ്ങൾ വിലമതിക്കുന്ന ആളായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് നല്ല നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഈശ്വരനുമായിട്ട് അടുക്കുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുകയും ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക്, അതായത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങളുടെ ആദ്യത്തെ നമ്മൾ 2 കാർഡ് പറഞ്ഞു, എംപ്രസ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ധനമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്. ഇത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇവിടെ ഈ എംപ്രസ് എന്ന കാർഡ് വന്നതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ കരുതരുത്. കാരണം എംപ്രസ് കാർഡെന്ന് പറഞ്ഞാൽ അതിന് എനർജിയാണ്. അതായത് നിങ്ങൾ മെയിലാണെങ്കിൽ അല്ലെങ്കിൽ ഹി ഓർ ഷീ ആർക്കാണെങ്കിലും ഇത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദ ഹെറോഫന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെയ്യുന്നു, അല്ലെങ്കിൽ ധർമ്മങ്ങൾ ചെയ്യുന്നു, കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്തുന്നു. അങ്ങനെയൊക്കെ നമുക്കിതിനകത്ത് പറയാം. ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്കൊരു നല്ല സന്ദേശം വരാൻ പോകുന്നു എന്നാണ്. അതായത് ആർക്കേഞ്ചൽ ഗബ്രിയലിൻ്റെ ഒരു കാഹളം ഊതിക്കൊണ്ടുള്ള ഒരു കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരും, നിങ്ങൾക്കൊരു നീതി വരും എന്നാണ്. അപ്പോൾ അതിനൊരു സന്ദേശം നിങ്ങളിലേക്ക് എത്തും. ഡിവൈൻ സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. വലിയ താമസമില്ലാതെ അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം വരുമെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. ഇത് സ്റ്റാർ കാണിക്കാൻ പറ്റില്ല, കാർഡ് പഴയ ഡെക്കായതുകൊണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർ കാർഡ് വളരെ നിങ്ങൾക്കിപ്പോൾ നല്ല പ്രതീക്ഷയാണ്. പോയതൊക്കെ എന്നിലേക്ക് തിരിച്ചു വരും. എൻ്റെ പാർട്ട്ണർ അങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നു എങ്കിൽ അതേത് കാര്യവുമാകാം. നിങ്ങളെ ആരോ ചതിച്ചതാണ്, ആരോ നിങ്ങളെ നുണ പറഞ്ഞ് പറ്റിച്ചതാണ്. ഈ ചതി എന്ന് പറയുമ്പോൾ നുണ പറഞ്ഞ് പറ്റിച്ചതാണ്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വഴക്കുണ്ടാകേണ്ടി വന്നത് അതുകൊണ്ടാണ്. അതിന് ഡബിളാണ് കാരണക്കാരൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളുടെ നല്ല പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്, നല്ല പ്രതീക്ഷയാണ്. കാരണം നിങ്ങളിപ്പോൾ വളരെയധികം ബോൾഡായിരിക്കുന്നു. ആ പണ്ടത്തെ ആ ദേഷ്യമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, എല്ലാത്തിനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നതോടൊപ്പം തന്നെ എല്ലാത്തിനും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം വെച്ചാൽ എല്ലാം നന്നാകും, എല്ലാം ശരിയാകും. ഞാൻ കരുതുന്ന പോലെ അപ്പോൾ ഈ നുണപ്രചരണങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോയെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ആ സത്യം, ജസ്റ്റിസ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അതിനു മുൻപ് നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഹെറോഫെൻറ്റിൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾ അതിൻ്റെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സത്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പിന്നെ ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ചെറുപ്പക്കാരുടെ ആ ഒരു ആവേശമുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, എന്ത് വന്നാലും ശരി ഞാൻ തളരില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുന്നു എന്ന് കാണിക്കുന്നു. നല്ല കാര്യമാണ് അതൊക്കെ. അപ്പം നമുക്കിനി കാർഡ് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ്. ഇനി അല്ല അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അയ്യോ എനിക്ക് സാമ്പത്തിക ഭദ്രതയില്ല അതുകൊണ്ട് അത് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് മാത്രമല്ല. ഈ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് പണം മാത്രമല്ല, നമ്മളുടെ മനസ്സും ഒരു പിന്നെ അബണ്ടൻ്റ് ആവണം എന്ന് കാണിക്കുന്നുണ്ട്. അബണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ഉയർന്ന ചിന്താഗതിക്കാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ സാമ്പത്തികം എല്ലാത്തിനും ജീവിക്കണമെങ്കിൽ സാമ്പത്തികം വേണം, നമുക്കത് വേറൊരു കാര്യം. അതുകൊണ്ട് ഈ സമ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, ആ പ്രയത്നം നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു എന്നാണ്. അതായത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം പിന്നെ നിങ്ങൾക്ക് വായുവിൽ നിന്ന് ഒരു പെൻറ്റക്കിൾ ഒരു പിന്നെ കയ്യിൽ ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തി നിൽക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതിന് എന്താണ് എന്ന് നിങ്ങളുടെ വ്യക്തിയാകാം. കാരണം വെച്ചാൽ നിങ്ങളുടെ വ്യക്തി പോയി പിന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് ഓവർ ടെൻഷൻ വേണ്ട എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. അത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വരും എന്നാണ്, നീതി നിങ്ങൾക്ക് വരും എന്ന് നമ്മൾ നേരത്തെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. ഇവിടെ വീണ്ടും ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ്. അപ്പോൾ തെറ്റ് നിങ്ങളെ പിന്നെ എംപ്രസിൻ്റെ ആ ഒരു കാർഡ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്കിവിടെ പറയാൻ കഴിയും. അത്രയ്ക്കും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു അത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അപ്പോൾ എത്രയായാലും സത്യം ഒരു നാൾ പുറത്ത് വരും എന്നാണ്. ഓക്കെ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളുടെ ബന്ധം വഷളായി പോയതാണ്, അതാണ് ഡബിൾ വന്നിരിക്കുന്നത്. നെഗറ്റീവ് എനർജി മൂലം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം, കാരണം അതാണ് സത്യത്തിൻ്റെ വില, ഒരിക്കലത് തിരിച്ച് നമ്മളുടെ കൈകളിലേക്ക് വരും, എല്ലാം തിരിച്ചറിയും എന്നാണ് കേട്ടോ. അപ്പം 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ, വളരെ ഫ്രൂട്ടിഷ് ആയിട്ടുള്ള, അതായത് ഫലം വരാൻ പോകുന്നു എന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രയത്നം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ ആള് തിരിച്ചു വരും എന്നാണ്. അത് വളരെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അതാണ് നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിരിക്കുന്നത്. അത് ആ പോസിറ്റിവിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. നമ്മളതിനെ പിന്നെ പോയി ഇനി വരില്ല ആ രീതിയിലല്ല, നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. കാരണം നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരുപക്ഷെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഈ അഫർമേഷൻ എന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം നമ്മുടെ മനസ്സിൽ സദാസമയവും ഒരാളെക്കുറിച്ച് നമ്മളിങ്ങനെ 24/7 എന്ന് പറഞ്ഞ മാതിരി എപ്പോഴും നമ്മളിങ്ങനെ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അത് അഫർമേഷനാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലതായിരിക്കണം പറയേണ്ടത്. ഇങ്ങനെ നല്ലത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. നെഗറ്റീവ് കാര്യങ്ങളാകുമ്പോൾ അവിടെ നെഗറ്റീവ് വൈബ്സ് വരും. അന്നേരം ആ നെഗറ്റീവായിരിക്കും പറയുന്നത്, എന്തായാലും നമുക്കത് നടക്കും. അതാണ് അഫർമേഷൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന ആ അഫർമേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകളും തോട്ട്സും ഉണ്ടാവേണ്ടതുണ്ട്. വേർഡ്സിന് വളരെയധികം ശക്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. വേർഡ്സിന് വളരെയധികം ശക്തിയാണ്, നമ്മളുടെ വാക്കുകൾക്ക് അത്രയ്ക്ക് ശക്തിയാണ്. അത് ചില സമയത്ത് അത് നമുക്ക് അനുഭവിക്കും. നമുക്ക് പലതും നമുക്ക് അനുഭവം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ചിന്തകളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാം കൂടെ പോസിറ്റീവ് കാർഡ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ 2-3-4 കാർഡ്സ് മാത്രമാണ് നമുക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യം കാണിച്ചത്. ബാക്കിയെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് നിങ്ങൾക്ക് പോയ സൗഭാഗ്യം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ്. പിന്നെ അടുത്തത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ അബണ്ടൻസിൻ്റെ കാർഡാണ് കേട്ടോ കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാർഡ് ഇന്ന് പെൻറ്റക്കിൾസിൻ്റെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾസ് കാർഡ്സ് ആണ് ഇന്ന് നമുക്ക് കൂടുതൽ വന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെയും വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫാമിലിയാണ് കാണിക്കുന്നത്. ഫാമിലി, നിങ്ങളുടെ ആ ഒരു പിന്നെ സെലിബ്രേഷൻ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പിന്നെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി വളരെ സന്തോഷകരമായി ജീവിക്കുന്ന, അബണ്ടൻ്റായിട്ട് ജീവിക്കുന്ന, വളരെ സന്തോഷകരം. അബണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? നമുക്ക് പണം ഉണ്ടെങ്കിൽ എല്ലാമായി എന്നാണോ? അല്ല. അവിടെ നമ്മളുടെ എല്ലാ ഘടകങ്ങളും ഒരുമിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ യഥാർത്ഥ സുഖം, സന്തോഷം ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ലൈഫിൽ ചില കാര്യങ്ങൾ സപ്രസ് ചെയ്തിട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ജീവിതത്തിൽ സുഖം എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലതും നമ്മൾ സഹിച്ച് പിന്നെ അടക്കിപ്പിടിച്ച് ജീവിക്കുന്നവരുണ്ട്. അടക്കിപ്പിടിച്ച് ജീവിക്കാതെ നിവൃത്തിയില്ല എന്ന ആ ഒരു ഘട്ടമാണ്. അങ്ങനെ ചെയ്തിട്ട് നമുക്കെല്ലാം ഉണ്ട് എന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഉണ്ട് അല്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അത് ഇമോഷൻസ്, ഫീലിങ്സ്, അതുപോലെ തന്നെ ഫിനാൻസ്, നമ്മുടെ ജോലി, നമ്മുടെ ഫാമിലി, അവിടെ സ്നേഹം, സന്തോഷം, സമാധാനം ഇവയൊക്കെ ഒരുമിക്കുമ്പോൾ ആണ് ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡിന് പ്രാധാന്യം വരുന്നത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ലഭിക്കാൻ പോകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറാൻ പോകുന്നു. ആദ്യത്തെ കാർഡ് വളരെ ഗ്ലോമി ആയിരുന്നു, 5 ഓഫ് കപ്സ് ആയിരുന്നു. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാം എല്ലാം ലഭിക്കും എന്ന് നമുക്ക് കാർഡ് തന്നിരിക്കുന്ന സന്ദേശം അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സിൻ്റെ എനർജി ഇതാണ് വന്നിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കിട്ടിയ കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള റീഡിംഗ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ രീതിയിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.